മോട്ടു പത്തിലും ഇന്ന് മോഡേൺ സിറ്റി കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവരെ കണ്ടാലേ നമ്മുടെ തലയൊക്കെ ആകെ ചുറ്റാൻ തുടങ്ങും. ഇന്ന് ഇവന്മാരെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അവന്മാരത് 7 ജന്മം ഓർത്തോണ്ടിരിക്കണം, മനസ്സിലായോ? എന്ത് വർത്താനം പറഞ്ഞ കോപ്പടി ഭായ്, പോയി അവനെ തൊപ്പിയിട്ടേച്ച് വരൂ. നമ്മുടെ തല ശരിക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നിന് പുറകെ ഒന്ന് ഐഡിയാസ് വന്നോണ്ടിരിക്കല്ലേ. പെട്ടെന്നൊരു ഐഡിയ വന്നല്ല, എന്റെ പുറകെ വാ. ചേട്ടന്മാരെ, മോഡേൺ സിറ്റിയുടെ ഒരു വളരെ ലക്കി ഡേ ആണ് ഇന്ന്. ഫുർഫുരിന്റെ കറണ്ട് സ്റ്റാർസ് ആയ മോട്ടുവും പത്തിലും ഗസീട്ടരാമും ഡോക്ടർ ജഡ്ക ഒക്കെ ഇവിടെ ഉണ്ട്. മോട്ടു പത്തിലുജി, ഈ കോപ്പടിയുടെ വിനീതമായ ഗുഡ് മോർണിംഗ്. മോർണിംഗ് കോപ്പടി. എന്താ കാര്യം? എന്തിനു വേണ്ടിട്ടാ വന്നത്? നമ്മളെല്ലാം അലമ്പ് വേലയും വിട്ടിട്ട് ഇപ്പൊ പ്രോപ്പർട്ടി ഡീലറാണ് സാർ. ഈ തൊട്ടപ്പുറത്തെ ലൈനിൽ ഒരു വലിയ ടവറില്ലേ, അത് VIP-സിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിലൊരു ഫ്ലാറ്റ് നിങ്ങൾക്കും തരായിരുന്നു, അതും 50% ഡിസ്കൗണ്ടില്. 50% ഡിസ്കൗണ്ട് കുറഞ്ഞു പോയാ എങ്കിൽ 75%. 75% ഡിസ്കൗണ്ട്. ചേട്ടന്മാരെ, നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാർ ഇവിടെ താമസിച്ചാലേ ടവറിന്റെ വില അങ്ങ് കൂടും. പിന്നെ നമ്മള് അതിന്റെ റേറ്റ് അങ്ങോട്ട് കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ വസൂലാക്കും. വേണ്ട വേണ്ട, ഞങ്ങൾക്കിപ്പോ ഫ്ലാറ്റ് ഒന്നും മേടിക്കണ്ട. എന്റെ പത്തിലു ചേട്ടാ, അതിൽ മറ്റുള്ള ഫെസിലിറ്റീസ് എന്താണെന്ന് കേട്ടു നോക്ക്. 6ാമത്തെ ഫ്ലോറിലായിരിക്കും നിങ്ങളുടെ ഫ്ലാറ്റ്. എയറിഷ് ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റിന്റെ മുമ്പിൽ ഗാർഡന്റെ മുമ്പിൽ കംപ്ലീറ്റ് കായലായിരിക്കും. പിന്നെ മറ്റൊരു സൈഡിൽ ഒരു ഫുൾ മലയിൽ ഒരു വെള്ളച്ചാട്ടവും അതിലൊരു നദി ഒഴുകും. ജനല് തുറന്നാൽ ഉടനെ മേഘം അകത്തേക്ക് വരികയല്ലേ. പിന്നെന്താ അധികം പറയണ്ട, മേഘത്തില് പറന്നു നടന്നുകൂടെ? അല്ല, മോട്ടൂടെ പോയി. എന്റെ മോട്ടു, നീ എന്താ മേഘത്തിന്റെ അടുത്തേക്ക് പോവാണോ? താഴേക്ക് വാ. വരൂ ചേട്ടന്മാരെ. എന്താ ചേട്ടായിസ്, ഇവിടെ നിന്നാ ഫുള്ള് സിറ്റി അങ്ങോട്ട് കാണുകല്ലേ. സീൻ സൂപ്പർ അല്ലേ ഇപ്പൊ? കാണുന്നുണ്ട്. എന്നാപ്പ ശരി, ഒരു കാര്യം ചെയ്തേക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യും. അതിനോടകം ഞാൻ ബിൽഡറിനെ കൂട്ടിയിട്ട് വരാം. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? ഇത് പിടിച്ചേ. സീൻ ചെയ്തോളൂ. ഇന്ന് ഇവന്മാരോടുള്ള നമ്മുടെ പഴയ കണക്ക് അങ്ങോട്ട് തീർക്കണം ഒന്നൊന്നായിട്ട്. അതേ കോപ്പടി ഭായി, എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അവന്മാരെ നമ്മുടെ ഫ്ലാറ്റിലാ പൂട്ടിയിട്ടിരിക്കുന്നേ. അവന്മാര് വാടകയൊന്നും തരാതെ സുഖമായി ഇവിടെ തന്നെ കഴിഞ്ഞോളും. വാടക ഇല്ലാണ്ട് മാത്രമല്ല, ഭക്ഷണം ഇല്ലാണ്ട് ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നേ ഈ ബിൽഡിങ്ങില്. അവന്മാര് എത്ര ഒച്ച വെച്ചാലും ഇവിടെ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ കയ്യില്. നമുക്കൊരു വില്ലൻ ചിരി അങ്ങോട്ട് ചിരിച്ചാലാ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ പത്തിലും അടുത്ത് കടലൊക്കെ ഉണ്ടെന്നുള്ളത് സത്യവാ. പക്ഷേ നദികളും പർവ്വതങ്ങളും മേഘങ്ങളും പക്ഷികളും ഇതിനെയൊന്നും കാണുന്നില്ലല്ലോ. സൂര്യകിരണങ്ങളും ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അത് അയാളോടെന്നെ ചോദിക്ക്. അയാള് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പത്തിലു, നിനക്ക് എല്ലാരെയും സംശയമാണല്ലോ. നീ ഒരു സംശയരോഗി തന്നെയാണ്. എന്തായാലും അവനൊരു ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, നീ തെറ്റായ ഫ്ലാറ്റിലൊന്നും അല്ലല്ലോ ഞങ്ങളെ കൊണ്ടുവന്നിട്ടത് എന്ന്. ഹലോ ഹലോ, ഈ റൂട്ടിലെ എല്ലാവരും ബിസിയാണ്. ഇനി 4 കൊല്ലം കഴിഞ്ഞ് വിളിക്കൂ. നിങ്ങളിപ്പൊ കോപ്പിടിയുടെ വലയിൽ ശരിക്കും പെട്ടു. മോട്ടു പത്തിലു, ഇനി ഞങ്ങള് കണ്ടോളാം. ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് നീ എത്ര ദിവസം അങ്ങനെ അമ്മേ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് ജീവിക്കുന്നു? കോപ്പിടി, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ഇനിയും നീയൊക്കെ അവനെ വിശ്വസിക്ക്. 75% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോ നീയൊക്കെ വീണ് പോയില്ലേ? പത്തിലു, വാതില് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പുറത്തേക്ക് എങ്ങനെ പോവാ? ഞാൻ ഈ വാതില് ചവിട്ടി പൊളിക്കാൻ പോവാ. ഇതിന് ഭയങ്കര ഉറപ്പാണല്ലോ. പത്തിലു, നീ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഇല്ല ഇല്ല, ഞാൻ മെലിഞ്ഞുണങ്ങിയിരിക്കല്ലേ. എനിക്കതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ശ്രമിച്ചു നോക്കേണ്ടി വരും ചങ്കേ. അല്ലെങ്കിൽ ഞാനും കൂടെ പോയെന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്ക് വിശക്കുന്നുണ്ടല്ലോ.
സമൂസ സമൂസ. എന്റെ മോട്ടു അത് സമൂസയല്ല, അത് എലിയാണ്, എലി. അത് ശരി. അപ്പൊ ഞാൻ സമോസന്ന് വിചാരിച്ച് എന്നെ കഴിക്കാൻ വരികയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. Yes. എന്റെ മോട്ടു ഞാൻ പറഞ്ഞില്ലേ അത് എലിയാണ്, സമൂസയല്ല. നിനക്കെന്താ ചെവിയും കേൾക്കുന്നില്ലേ? സമൂസ പത്ലു, സമൂസ, രണ്ട് സമൂസ. എന്റെ മോട്ടു അതും സമൂസയല്ല, ഗസീറ്റാറാമും ജഡ്കയുമാണ്. നിൽക്ക്, അവിടെ നിൽക്ക് മോട്ടു. മോട്ടു എന്റെ ജഗ്ഗ എന്റെ ബ്രോ, ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടല്ലേ, ഞങ്ങള് സമോസയൊന്നും അല്ല. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ. ഞങ്ങള് മോഡേൺ സിറ്റിയിലെ ടവർ സ്കൈ ബ്ലൂവിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ കുടുങ്ങിക്കിടക്കുക. എന്നാ ശരി, ബാൽക്കണിയിലേക്ക് വന്ന് നിൽക്കൂ. ആ ഇതാ എത്തി, നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട ചിങ്കം എത്തിയിരിക്കുന്നു. Thank you, ചിങ്കം സാർ. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു? നമ്മളെങ്ങനെ പുറത്തേക്ക് പോകും? ഡോറാണെങ്കിൽ എല്ലാം അടച്ചിരിക്കുക. ഇപ്പൊ ചിങ്കം സാറ് കൂടെ ഡോറിന് ഇപ്പുറത്ത് കുടുങ്ങി പോയിരിക്കുക. എന്റെ അമ്മോ, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഇവിടെ വന്ന് ഞാൻ നിങ്ങളോടൊപ്പം കുടുങ്ങിയല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്കൂ. ഐഡിയ. ആ പറയൂ പത്ലു. ചായക്കടക്കാരൻ ചേട്ടാ, എത്രയും പെട്ടെന്ന് മോഡേൺ സിറ്റിയിൽ വന്നിട്ട് സമോസ ഉണ്ടാക്ക്. അതിന്റെ മണം മോട്ടുവിന്റെ അടുത്ത് വരെ എത്തണം. ദേ എത്തിക്കഴിഞ്ഞു. നല്ല മണം. എന്റെ മോട്ടോ മുകളിലേക്ക് പോകണ്ട, താഴേക്ക് പോ. ഇതെന്തിട്ട് സീനാണ് സംഭവിക്കണേ? ചെലപ്പോ മോട്ടു ഇതിന്റെ മണം പിടിച്ച് കീഴോട്ടിങ്ങ് പോരും. ഇതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയാ തീരൂ. പത്ലു, മോട്ടോ സൂക്ഷിച്ച്. ഈ എടോ നിക്ക്. ദൈവമേ, മോട്ടു. കോപ്പിടി, നീ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചു കളഞ്ഞല്ലോടെ. ഇനി കണ്ടോ നിന്റെ ഗതി എന്തായി തീരുമെന്ന്. കേട്ടോടാ. മോട്ടു ചേട്ടാ. പത്ലു, അവൻ അവിടെ കെട്ടിയിട്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ആ കയറും പിടിച്ച് താഴോട്ട് ഇറങ്ങി വാ. അല്ല ചേട്ടന്മാരെ, എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾ എന്താ ചെയ്യാൻ പോടാ എന്നെ? അതെ ഞാൻ പറയുന്നത് കേക്കുന്നേ.
വലിയേട്ടാ ഈ ഹെൽമെറ്റ് ഇപ്പൊ എവിടുന്നാ വന്നത്? ഹോയ് മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ നിനക്കറിയാമോ ഇതെല്ലാം ഇപ്പോഴും ഞാൻ എന്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് ചങ്കേ. ഓ എന്റെ ചങ്ക എന്റെ ബ്രോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇനി ഞാൻ ഫ്ലൈയിങ് സൂക്ഷിക്കില്ല. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് തുറന്നു വിടുവോ? ആരെങ്കിലും എന്നെ ഒന്ന് അഴിച്ചു വിടുവോ പ്ലീസ്? എനിക്ക് ശ്വാസം വിടാൻ പറ്റണില്ല. നീ പറഞ്ഞത് മുഴുവൻ അവിടെ നിന്ന് കണ്ടോണ്ടിരി. ഫ്ലാറ്റിനടുത്ത് തന്നെ കടല്, കടലിനടുത്തോ വെള്ളച്ചാട്ടം, മേഘങ്ങൾ, വെള്ളം എല്ലാം ആസ്വദിക്കണോ? എന്നെ വെറുതെ വിടൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.